ദൂരെ നിന്നും കാണുകയാണ് ഒരു കറുത്ത വസ്ത്രത്തിൽ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. വക്കാന യറാനി ഖബ്ലൽ ഹിജാബ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ ഹിജാബിന് മുൻപേ, അഥവാ നമുക്ക് ഹിജാബ് നിർബന്ധമാകുന്നതിന് മുൻപ് എന്നെ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി ഹീന അനാഖ റാഹിലതിഹി ഫവതിഅ യദഹ. സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു എന്നെ കണ്ട ഉടനെ പറഞ്ഞ വാക്കെന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു വാക്ക് മാത്രമാണ് അവിടുന്ന് പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഫതഖമ്മർതു വജ്ഹി, ഞാൻ എൻ്റെ മുഖം എൻ്റെ ഖിമാർ കൊണ്ട്, നിഖാബ് കൊണ്ട് മറച്ചു കളയുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും പിന്നീട് ഹിജാബ് ധരിക്കാതെ നടന്നിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് ഈ അടുത്തുകൂടി ഒരുത്തം പറയുന്നതായി കേട്ടിട്ടുണ്ട് ഈ ഹിജാബിൻ്റെ വിഷയത്തിൽ. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? എത്രയോ ആയത്തുകളിലും എത്രയോ ഹദീസുകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഹിജാബ് വാജിബാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. നമുക്കറിയാം അൽ അംറു ലിൽ വുജൂബ്. ഒരു കാര്യം കൽപ്പനാസ്വരത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെങ്കിൽ അൽ അംറു ലിൽ വുജൂബ്, ആ കൽപ്പന അറിയിക്കുന്നത് നിർബന്ധത്തെയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ പ്രവൃത്തി തന്നെ അറിയിക്കുന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, എന്താണ് പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം? ഹിജാബ് ധരിക്കണ്ട എന്നുള്ളതാണോ? ആ രൂപത്തിലാണ് ആളുകൾ കരുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ആ രൂപത്തിലാണ് കാര്യങ്ങൾ അത് പറയുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ഒന്നെങ്കിൽ നിർബന്ധം, അതല്ലെങ്കിൽ സുന്നത്ത്. മൂന്നാമതായി ഇത് ധരിക്കേണ്ടതില്ല എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഈ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അത് സുന്നത്താണ് എന്ന് കരുതി അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞത്, കാന സ്വഹാബ യഫ്അലൂന സുന്ന ലിഅന്നഹ സുന്ന. സ്വഹാബത്ത് അവർ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ഇതിനത്രയും ശ്രേഷ്ഠതയുണ്ട്, അതിനാൽ നമ്മൾ ചെയ്തിരിക്കണം എന്ന് കരുതിയാണ് അവർ സുന്നത്ത് ചെയ്തിരുന്നത്. വലാകിൻ നഹ്നു നത്രുകുഹാ ലിഅന്നഹ സുന്ന. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ലേ, സുന്നത്തായ കാര്യമല്ലേ എന്ന് കരുതി നമ്മൾ അത് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ ചെയ്യേണ്ടത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പെൺമക്കളും ഭാര്യമാരും പുറത്തിറങ്ങുമ്പോൾ നിഖാബ് ധരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ചില ആളുകളുടെ വിചാരം സുന്നത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണ്ട എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അഹ്ലുസുന്ന എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ആരാണോ എൻ്റെ മരണശേഷം ജീവിക്കുന്നത് അവൻ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം മതിയോ? വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അത് അണപ്പല്ല് കൊണ്ട് കടിച്ച് മുറുകെ പിടിക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസ് കേൾക്കുന്ന ഒരുത്തൻ എങ്ങനെയാണ് ഇനി സുന്നത്താണെന്ന് തന്നെ കരുതുക? എങ്ങനെയാണ് അവനിത് ഉപേക്ഷിക്കാൻ സാധിക്കുക? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സുന്നത്താണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യമാരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് ധരിച്ചിട്ടാണ് ഇറങ്ങാറുള്ളത്. എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു എന്നാണ്, ഖാലഫ ഫത്വാഹു വ തഖ്വാഹ്, അദ്ദേഹത്തിന്റെ തഖ്വയും ഫത്വയും രണ്ടാണല്ലോ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ആരും ധരിക്കരുത്, ഇത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. ഒന്നെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ വാജിബ്. ഇനി ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും പറഞ്ഞ മറ്റൊരു കാര്യം, ഫിത്നയുടെ കാലഘട്ടം അത് നിങ്ങളുടെ മുൻപിൽ വരികയാണെങ്കിൽ എല്ലാ സ്ത്രീകളും മുഖം മറക്കണം എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങൾ, ഈ കാലഘട്ടം ആർക്കാണ് അറിയാത്തത് ഫിത്നയുടേതല്ല എന്നുള്ളത്? ഇപ്പോൾ ഇത് AI വരെ ഇറങ്ങിയപ്പോൾ എന്താണ് അവസ്ഥ? നമ്മൾ ഓരോ ആളുകളും കാണുന്നതാണ്. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാരുടെയും നമ്മുടെ ഭാര്യമാരുടെയും നമ്മുടെ പെൺമക്കളുടെയും കാര്യം നമ്മൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ സൊസൈറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ പഴഞ്ചനെന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഖബറിലുണ്ടാവില്ല. നമ്മുടെ അമലുകൾ മാത്രമാണ് നമ്മുടെ ഖബറിൽ ഉണ്ടാകുക. ആരെ തൃപ്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാലും വല്ലാഹി അവരാരും ഉണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണോ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ദീൻ മുറുകെ പിടിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കും, സഹായിക്കും. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.